നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡു ഓർ ഡൈ ആണ്. വലിയ വിമർശനങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും കോച്ച് റോബർട്ടോ മാർട്ടിനസിനും ഒക്കെ എതിരെ വരുമ്പോൾ പോർച്ചുഗലിൽ നിന്ന് വിജയിച്ചേ പറ്റൂ. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ അവരിന്ന് ഡെൻമാർക്കിനെ നേരിടുകയാണ്. അതുപോലെ തന്നെയാണ് ഫ്രാൻസിൻ്റെയും അവസ്ഥ. ആദ്യപാദം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് ക്രൊയേഷ്യക്കെതിരെ അവർക്ക് വലിയ വിജയം നേടിയേ പറ്റൂ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ 2 ടീമുകൾക്കും സ്വന്തം മൈതാനത്താണ് കളി. സ്വന്തം ആരാധകരുടെ പിന്തുണയിൽ അവർക്ക് മികവ് കാട്ടാൻ പറ്റുമെന്ന് അവർ കരുതുന്നു. അതേസമയം ജർമ്മനി ആദ്യപാദം വിജയിച്ചിട്ടുണ്ട്. ഇറ്റലിയെ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്തിട്ട് തോൽപ്പിക്കാൻ പറ്റിയാൽ അവർക്ക് സെമി ഫൈനലിലേക്ക് കടക്കാം. സ്പെയിനിന് വളരെ ഡിസിസീവാണ്. കാരണം ആദ്യപാദം 2-2 സമനിലയാണ് നെതർലൻഡ്സുമായിട്ട് പിരിഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ ഈ 4 കളികളും ഡു ഓർ ഡൈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതാണ്. ഇന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത രാവാണ് എന്നർത്ഥം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരങ്ങളെല്ലാം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:15 നടക്കുന്നത്. ഇറ്റലി വേഴ്സസ് ജർമ്മനി മത്സരം സിഗ്നൽ ഇദുന പാർക്കിലാണ് നടക്കുന്നത്. ആദ്യപാദ മത്സരം 2-1 ജർമ്മനി വിജയിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച അവർക്ക് സാധ്യമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരുള്ളത്. അതേസമയം ഇന്ന് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പാദത്തിൽ അവർ ഡെൻമാർക്കിനോട് മോശം പ്രകടനമാണ് നടത്തിയിരുന്നത്. ഏകപക്ഷീയമായ 1 ഗോളിനെ തോറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് സമാധാനിക്കാം. കാരണം അത് ഗോൾ കീപ്പർ കോസ്റ്റയുടെ മികവ് കൊണ്ട് സംഭവിച്ചതാണ്. ആ 1 ഗോളിൻ്റെ കടവല്ലേ ഉള്ളൂ. ഇന്നത്തെ കളിയിൽ അത് വീട്ടാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് പോർച്ചുഗൽ ഇറങ്ങുന്നത്. മത്സരം ലിസ്ബണിലാണ് എന്നുള്ളത് അവർക്ക് പോസിറ്റീവാണ്. അതേസമയം സ്പെയിൻ വേഴ്സസ് നെതർലൻഡ്സ് പോരാട്ടം കഴിഞ്ഞ കളി 2-2 സമനിലയിൽ അവസാനിച്ചതാണ്. ഇന്ന് മത്സരം സ്പെയിനിലാണ്, മെസ്റ്റല്ലയിലാണ് കളിയുള്ളത്. എന്തും സംഭവിക്കാം, തിരിച്ചു വരാൻ പറ്റും, വിജയിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും സ്പെയിനിൻ്റെ ആരാധകരുള്ളത്. അതേസമയം നെതർലൻഡ്സും വിട്ടുകൊടുക്കില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. സെയിം സമയത്ത് തന്നെയാണ് ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ പോരാട്ടം. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോറ്റതാണ് ആദ്യപാദത്തിൽ. സോ ഫ്രാൻസിന് കിലിയൻ എംബാപ്പയ്ക്ക് കീഴിൽ കിലിയൻ എംബാപ്പെ, ഒസ്മാൻ ഡെംബലെ അങ്ങനെ വമ്പൻ താരങ്ങളുണ്ട്. അവരുടെ മികവിൽ തിരിച്ചടിക്കാൻ പറ്റുമോ അത് കണ്ടറിയേണ്ട കാര്യമാണ്. പാരീസിലാണ് കളി, സ്റ്റേഡ് ഡി ഫ്രാൻസിലാണ് കളി എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. കാത്തിരിക്കാം ഇന്ന് രാത്രിയിലെ 1:15 ഈ സൂപ്പർ പോരാട്ടങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.